ഹായ് ഗായ്സ്, ഇപ്പോൾ നമ്മുടെ ടോണിക്കാരൻ ചേട്ടൻ ഞങ്ങളെ പൊന്നുംതുരുത്ത് ഇറക്കിയിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യണം. ഇവിടെ എന്തൊക്കെയുണ്ട് നിങ്ങൾ മാക്സിമം കാണുക, കണ്ടിട്ട് വന്നാൽ മതി. ചേട്ടൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു, വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് ഞങ്ങളുടെയും പ്ലാൻ. നോക്കാം നമുക്ക്. അപ്പം ഇതാണ് നമ്മുടെ പൊന്നുംതുരുത്തിലെ ക്ഷേത്രം. ക്ഷേത്രം എന്ന് പറയുമ്പം ശിവപാർവതി ക്ഷേത്രമാണ്. ഇതൊരു ഇവിടുത്തെ ആൾക്കാർ പറയുന്ന ഒരു 100 വർഷം പഴക്കങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല തേജസ്സുള്ള ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന് കൂടുതൽ തന്നെ ഒരു കാവുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഐലൻഡ് അകത്ത് ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളതിൻ്റെ അകത്ത് ഒരു പാർക്കുണ്ട്, പിന്നെ 1-2 ഏർമാടങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷെ വെൽ മെയിൻറ്റെയിൻഡ് ഒന്നല്ല. ഇപ്പം അതിൻ്റെ സ്ഥിതി വളരെ മോശമാണ്. ഞങ്ങൾ എത്തിയപ്പോഴൊക്കെ അത് ഏകദേശം ഒരു പരുവായിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ്. പക്ഷെ ആൾക്കാർ പറയുന്നതിന് മുമ്പ് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫീസ് വരെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. 50 രൂപയായിരുന്നു ഒരു എൻട്രി ഫീസ് ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഒരു എൻട്രി ഫീസ് ഒന്നുമില്ല. മേ ബി ഇത് ഇപ്പൊ കൺസ്ട്രക്ഷനിലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ശോഭ എന്താണ് കഥ? വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വാമിജി ഇവിടെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. സ്വാമിയുടെ അവിടെ ഒരു ചട്ടിയൊക്കെ അങ്ങനെ എന്തോ ആണ്. അപ്പൊ ആ സ്വാമിനെ ഇവിടെ രാജാക്കന്മാർ എത്തിയിട്ടെ സ്വാമി പ്രലോഭനത്തിൽ ഏർപ്പെടുന്നു നോക്കാൻ വേണ്ടി രാജാക്കന്മാരൊരു ടെസ്റ്റ് വെച്ചു. എന്നിട്ട് സ്വാമിനെ ഇവിടെ ഇരുത്തിയിട്ട് ഒരു പെണ്ണിനെ അവിടെ പെണ്ണിനെ കാണിച്ചു തരാം. കണ്ടോ, കാട് പിടിച്ചെന്നേ ഉള്ളൂ. പക്ഷെ ആ സ്വാമിയുടെ ഇത് മാറ്റം തപസ് രക്ഷിക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ അവിടെ കൊണ്ട് കടത്തി. മക്കൾ ഇവിടെ എവിടെയെങ്കിലും കാണും, നോക്കാം. ഇതെനിക്ക് രമ്പയാണ് തോന്നുന്നത് കേട്ടോ. പണ്ട് അതാണ് മേനകരമ്പ, എനിക്ക് വലിയ പിടുത്തമില്ല. രമ്പയാണ് തോന്നുന്നത്. രമ്പമേനകായിരിക്കും, അറിയത്തില്ല. പണ്ടത്തെ ഇതല്ലേ, നമുക്ക് പിടിയില്ലല്ലോ. കുറച്ച് ഓറഞ്ച് ഇട്ട് പറയണ്ടേ? ഓറഞ്ച് ഉണ്ട്, അപ്പുറത്ത് തോട്ടത്തിലുണ്ടാവുന്ന മീൻ കൃഷിയാണ്. എടാ ആരും ഉണ്ടെന്ന് തോന്നുന്നു. മുകളിലൊരു തുണി ഇട്ടാണ്. അത് ക്ലോസറ്റിന്റെ മുകളിൽ കസേര. അതെന്തിന്? ഇത് നല്ല പുതിയ ടെക്നോളജി ഉള്ള ബാത്റൂം. മുകളിൽ ഇതാണ്, നമുക്ക് മഴ നനഞ്ഞ് ബാത്റൂമിൽ ഇരിക്കാൻ തോന്നുന്നു. പൊന്നുംതുരുത്തിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ 1-2 കാര്യങ്ങളാണ്. നമ്മൾ നോർമൽ നമ്മുടെ സിറ്റി ലൈഫിൽ നിന്ന് മാറി കുറച്ച് നേരം നമ്മുടെ ഫാമിലിയോട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ്. ഈ പറയുന്ന നോയിസ് പൊല്യൂഷൻ അല്ലെങ്കിൽ സൗണ്ട് പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, പിന്നെ ഈ പറയുന്ന എയർ പൊല്യൂഷൻ ഒന്നും ഇല്ലാണ്ട് കുറച്ച് നേരം സമാധാനത്തോടെ നല്ല എയറൊക്കെ നല്ലൊരു വായു ശ്വസിച്ച് കുറച്ച് നേരം ഇരിക്കാൻ പറ്റിയൊരു പ്ലേസ്. നമ്മുടെ പഴയ കോളേജ് ഓർമ്മകൾ അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരനോടൊക്കെ സ്പെൻഡ് ചെയ്ത ഓരോ നിമിഷങ്ങളും നമുക്ക് ഓർക്കാൻ പറ്റിയൊരു പ്ലേസാണ് പൊന്നുംതുരുത്ത്. അല്ലാണ്ട് നിങ്ങൾ വന്നിട്ട് കുറേ റിക്രിയേഷൻ ആയിട്ടുള്ള അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു എൻവയറമെൻ്റ് ഒന്നും ഇല്ല. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മാക്സിമം നിങ്ങൾക്ക് ക്വയറ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തേടി നിങ്ങളുടെ ഉള്ളിലോട്ട് പോകാൻ പറ്റിയൊരു പ്ലേസാണ്.
കഴിച്ചു. ഇനി തിരിച്ച് യാത്രയായിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ അവിടെ കുറച്ച് യാത്രികൾ വന്നിട്ടുണ്ടായിരുന്നു. 1-2 ആൾക്കാർ നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ വിശപ്പ് മാറ്റാൻ വേണ്ടി നല്ലൊരു നാടൻ ഫുഡ് നോക്കി നമ്മൾ ഇറങ്ങി. അങ്ങനെ വന്നൊരു സ്ഥലമാണ്. ഇതൊരു കള്ള് ഷാപ്പാണ്. പക്ഷെ കള്ള് ഷാപ്പാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകാൻ പറ്റത്തില്ല എന്നല്ല, ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മുടെ ട്രിവാൻഡ്രം തന്നെയാണ്. നമ്മുടെ ടെക്നോ പാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇൻഫോസിസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പ്ലേസ് ആണ്. അല്ല മുറ്റ കാണാം, അല്ല മുറ്റ കാണാം. അതിൻ്റെ ഗ്രേവി കല്ലുണ്ട്, കല്ലല്ലേ ഭയങ്കര കല്ല്. അതിൻ്റെ കല്ലിട്ട് സോഫ്റ്റില്ല. ആ പാട്ടൊരു ഇന്നർ മീനിങ്, ആ പാട്ടൊരു ഇന്നർ മീനിങ് പാട്ട്. ഇല്ല, തളർന്ന് ഒരു ഫുഡ് കഴിക്കാൻ കയറില്ല. നീ ഇവിടെ ഉണ്ടോ?
കാണാം.